ഹായ് പ്രിയ കൂട്ടുകാരെ, എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ദീപാവലി ആശംസകൾ. നമുക്കിന്ന് മധുരക്കിഴങ്ങ് വെച്ച് ഒരു സ്വീറ്റ് തയ്യാറാക്കാം. മധുരക്കിഴങ്ങും പാലും പഞ്ചസാരയും ഇത്ര മാത്രം മതി. നമുക്ക് ഒരു കിടിലൻ ബർഫി തയ്യാറാക്കാം. ഓക്കെ, ഏതായാലും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രം ഉപയോഗിച്ച് നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കാം. എന്ത് മനോഹരമായിട്ടുള്ള ഒരു ബർഫിയാണ് നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത്. നല്ല നല്ല കറക്റ്റായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. ഒരു സ്വീറ്റ് പൊട്ടാറ്റോയാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ സ്കിന്നെല്ലാം റിമൂവ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. നല്ല കളറിലെ അതിലേക്ക് അത് വേകുന്നതിന് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് നമുക്കൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുക. അതിലേക്ക് നമ്മൾ ഒരു 1/4 സ്പൂണോളം അയമോദകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നമുക്ക് ഗ്യാസ് ഒന്നും ഉണ്ടാകാതിരിക്കാൻ. അത് സ്വീറ്റ് പൊട്ടാറ്റോ അല്ലേ, അപ്പോൾ ചില ആളുകൾക്ക് ഗ്യാസ് ഉണ്ടാകും. ഇവിടെ പ്രശ്നമൊന്നുമില്ല, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. നമുക്കൊരു ലേശം അയമോദകം കൂടി ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് നന്നായി ഒന്ന് വെന്ത് വരട്ടെ. നന്നായി വെന്തിട്ടുണ്ട്. അതിലെ വെള്ളമെല്ലാം വറ്റുന്നിടം വരെ നമുക്ക് ഇങ്ങനെ തന്നെ വെച്ച് കൊടുക്കാം. അയമോദകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്, പൊടിച്ച അയമോദകമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. അയമോദകം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. ഗ്യാസൊന്നും ഉണ്ടാകത്തില്ല. നെഞ്ചരിച്ചിലും അങ്ങനെയൊക്കെയുള്ള ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവരൊക്കെ അതൊരു ലേശമിട്ട് വെള്ളം തിളപ്പിച്ച് കുടിക്കുക, അല്ലെങ്കിൽ വായിലോട്ട് ഒരു നുള്ളിട്ട് ചവച്ച് തിന്നുകയോ ചെയ്താൽ മതി. അപ്പോൾ ഗ്യാസിൻ്റെ പ്രോബ്ലം എല്ലാം മാറും. അതുപോലെ പൊട്ടാറ്റോ ഒക്കെ കറി വെക്കുമ്പോഴും അതൊരു ലേശം ഇട്ട് കൊടുത്ത് ഗ്യാസ് ഉണ്ടാകുകയില്ല. ഇനി അതിൽ വെള്ളമെല്ലാം വറ്റി കഴിഞ്ഞിട്ട് അത് നമുക്കൊന്ന് തണുക്കുവാൻ വേണ്ടി മാറ്റി വെക്കാം. ഇനി അടുത്തൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ ഗീ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കശുവണ്ടിയും ഗ്രേപ്സും കൂടി നമുക്കത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നന്നായി അതൊന്ന് ഫ്രൈ ചെയ്ത് വരട്ടെ. എന്നിട്ട് നമുക്കത് കോരി മാറ്റാം. പിന്നെ അതിലേക്ക് തന്നെ നമുക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന സ്വീറ്റ് പൊട്ടാറ്റോ അത് നന്നായിട്ട് തണുക്കാൻ വേണ്ടി വെച്ചിരിക്കുകയാണ്. ചൂടോടെ ഒന്ന് മിക്സിയുടെ ജാറിലിട്ട് നമുക്കത് ജ്യൂസാക്കി എടുക്കാൻ പാടില്ല, കാരണം മിക്സിങ് നാശമായി പോകും. ഇനി അത് അവിടെ ഇരിക്കട്ടെ. നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം സ്വീറ്റ് പൊട്ടാറ്റോ നമ്മൾ നന്നായിട്ട് അരച്ച് കൊണ്ടുവരാം. അപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ വെള്ളമൊന്നും ഒഴിക്കാണ്ട് നമ്മൾ അരച്ചെടുക്കുന്നത്. നമ്മൾ കുക്ക് ചെയ്ത വെള്ളം മൊത്തം വറ്റിയതിന് ശേഷം അതൊന്ന് ജസ്റ്റ് ഒന്ന് കറക്കിയാൽ മതി. അപ്പോൾ തന്നെ അതങ്ങ് പേസ്റ്റ് പോലെ കിട്ടും നമുക്ക്. അതിലേക്ക് നമ്മൾ ഒരു കപ്പ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. ചെറിയ കപ്പിന് 1 കപ്പ് മിൽക്കാണ് എടുത്തിരിക്കുന്നത്. അത് നമ്മൾ പകുതി മിക്സിയുടെ ജാറിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കറക്കി അതിലുള്ള എല്ലാം നമുക്കിതിലേക്കും ഒഴിച്ചു കൊടുക്കാം. നല്ല തിക്കായിട്ടുള്ള പാലാണ് അത്. നമ്മളിതിനകത്ത് മിൽക്ക് പൗഡറോ ഒന്നും ആഡ് ചെയ്യുന്നില്ല. തിക്കായിട്ടുള്ള പാലാണ് കിട്ടിയിട്ടുള്ളത്. അന്നേരം നമ്മൾ ഈ പാല് മാത്രമേ നമ്മളിതിനകത്ത് ചേർക്കുന്നുള്ളൂ. തേങ്ങയും ഒന്നും ചേർക്കുന്നില്ല. അല്ലാണ്ട് ഈ പാലും ഈ സ്വീറ്റ് പൊട്ടാറ്റോയും മാത്രമേ നമ്മൾ ചേർക്കുന്നുള്ളൂ. അല്പം ഗീയും ചേർത്തിട്ടുണ്ട്. പിന്നെ കശുവണ്ടിയും മുന്തിരിയും. അധികം നെയ്യൊന്നും ചേർക്കുന്നില്ല. ഒരു
2 ടീസ്പൂണാണ് ചേർത്തിരിക്കുന്നത്, അല്ല അധികം ഒന്നും ചേർത്തിട്ടില്ല. പിന്നെ ഒരു 2 സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. 2 സ്പൂണ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. സ്വീറ്റ് പൊട്ടാറ്റോയ്ക്ക് നല്ല മധുരമുണ്ട്, അതുകൊണ്ടാണ് ചെറിയ സ്പൂണിനാണ് പഞ്ചസാര ചേർത്തിരിക്കുന്നത്. ഇവിടെ കാറ്റ് തുടങ്ങിയിട്ടുണ്ട്, എൻ്റെ തൊണ്ടയും പോയി. കാറ്റിൻ്റെ അനുസരിച്ചാണ് എൻ്റെ തൊണ്ടയുടെ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെയൊക്കെയാണ്. നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പഞ്ചസാര ചേർത്ത് കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഒന്നും കൂടി ലൂസായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് തിക്കായിട്ട് വരട്ടെ. ഇതിലേക്ക് നമ്മളിനി 1 കപ്പ് പാലിൻ്റെ പകുതിയെ നമ്മൾ, ആ ചെറിയ കപ്പിന് 1 കപ്പ് പാലെടുത്തതിൻ്റെ പകുതിയെ നമ്മൾ ചേർത്തിട്ടുള്ളൂ. ഇനി ബാക്കി 1/2 കപ്പ് പാലിരിപ്പുണ്ട്. അതിലേക്ക് നമ്മൾ 1 സ്പൂൺ കോൺഫ്ലവർ കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത് ഞാൻ ചേർത്തിട്ടുണ്ട്. 1 സ്പൂണ് കോൺഫ്ലവർ ബാക്കിയുള്ള പാലിനകത്ത് മിക്സ് ചെയ്തതിലേക്ക് ചേർത്ത് ഇനി നമ്മൾ കൈവിടാണ്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് തിക്കായിപ്പോവും. അടിക്ക് പിടിക്കും, പാനിന് അടിക്ക് പിടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ കണ്ടില്ലേ, ഇപ്പം തന്നെ നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. നല്ല 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 ഹെൽത്തി ആയിട്ടുള്ള ഒരു ബർഫിയാണിത്. സ്വീറ്റ് പൊട്ടാറ്റോയുടെ ഗുണം അറിയാത്തവരാരും ഇല്ലല്ലോ. ഒരുപാട് നല്ലൊരു ഫുഡാണ് സ്വീറ്റ് പൊട്ടാറ്റോ. ഈ ഷുഗർ പേഷ്യൻസിനൊക്കെ ഏറ്റവും ബെസ്റ്റാണ്. റാഗി പോലെ തന്നെയാണ് സ്വീറ്റ് പൊട്ടാറ്റോ. അവർ ദിവസവും സ്വീറ്റ് പൊട്ടാറ്റോ കഴിക്കുന്നത് നല്ലത് തന്നെ. ഒരുപാട് നാര് അടങ്ങിയിട്ടുണ്ട് അതിൽ. അതുപോലെ വിറ്റമിൻ്റെ ഒരു കലവറ തന്നെയാണ്. റാഗിയെ പോലെ തന്നെയാണ് സ്വീറ്റ് പൊട്ടാറ്റോയും. നമുക്ക് ഷുഗറുള്ളവർക്കൊക്കെ ഈ റാഗിയും അതുപോലെ സ്വീറ്റ് പൊട്ടാറ്റോയും ഡെയിലി കഴിക്കാം. നമ്മൾ 1 സ്പൂണ്, ആദ്യമേ 1 സ്പൂണ് ഗീ ഒഴിച്ചാണ് അതിലേക്ക് നമ്മൾ കശുവണ്ടിയും മുന്തിരിയും നമ്മൾ വറുത്തെടുത്തത്. അതേപോലെ തന്നെ ഇപ്പോൾ ആ ബാക്കിയുള്ള നെയ്യിലേക്കാണ് നമ്മൾ ഈ കൂട്ടൊഴിച്ച് കൊടുത്തിരുന്നത്. പിന്നീട് ഇപ്പോൾ നമ്മൾ 1 സ്പൂൺ ഒഴിച്ചിട്ടില്ല, 1/2 സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമ്മൾ 3 ഏലക്കായുടെ അരി ചതച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതൊക്കെ വളരെ ഈസിയാണ്. നമുക്ക് കുറച്ചൊക്കെ തയ്യാറാക്കുമ്പോൾ വേഗമാണ്. അതുപോലെ തന്നെ ഒരുപാട് മധുരമുള്ളതൊന്നും നമ്മൾ ഒരുപാട് തയ്യാറാക്കി കഴിക്കുകയില്ലല്ലോ. ഹൽവയൊക്കെ ആണെങ്കിൽ പിന്നെ കുറച്ച് ദിവസം നമ്മൾ വെച്ചിരുന്നൊക്കെ കുട്ടികൾ കഴിച്ചോളും. ഇതൊക്കെയെന്ന് വെച്ചാൽ ഇത് മധുരം ഹൽവയെ പോലെയല്ല, അതിൽ ഒരു സ്വീറ്റ്നെസ് കൂടുതലല്ലേ ഇതിനൊക്കെ. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നല്ല തിക്കായിട്ടുണ്ട്. ഇതിൽ നമ്മൾ തേങ്ങയും ഒന്നും ആഡ് ചെയ്യുന്നില്ല. തേങ്ങയും കൂടി ആഡ് ചെയ്യുകയായിരുന്നെങ്കിൽ പെട്ടെന്ന് നമുക്കത് തിക്കായിട്ട് കിട്ടിയേനെ. ഞാൻ തേങ്ങയൊന്നും ആഡ് ചെയ്യുന്നില്ല, ഈ പാലും മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ. ഇതിപ്പം നമ്മുടെ പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇനി കുറച്ച് സമയം കൂടി നമുക്കൊന്ന് നന്നായിട്ട് നമ്മുടെ സ്പൂണിൽ നിന്നൊക്കെ വിട്ട് വരുന്ന പരുവാകുന്നിടം വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ടുള്ള നമ്മുടെ ബർഫി നന്നായി തയ്യാറായി കിട്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കൂ, ഇനി കുറച്ച് സമയം കൂടി നമ്മൾ വെയിറ്റ് ചെയ്യാം.
എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. പാനിൽ നിന്ന് വിട്ട് വരുന്നുണ്ട്. ഇതിൽ പാൽപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല, നമ്മൾ തേങ്ങ ചേർത്തിട്ടില്ല, ഒന്നും ചേർത്തിട്ടില്ല നമ്മൾ. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ വീഡിയോ കണ്ടതിന് ശേഷം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തുള്ള ആ ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓളെന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് വെക്കാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ. എനിക്ക് നന്നായി ഇളക്കി ഇപ്പോൾ തന്നെ നമുക്ക് പാനിൽ നിന്ന് നന്നായി വിട്ട് വരുന്നുണ്ട്. ഇന്നത്തെ ഈ തവണത്തെ ദീപാവലിക്ക് നമുക്ക് ഇതാവട്ടെ നമ്മുടെ സ്വീറ്റ്സ്. നമ്മുടെ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ അത് ഒഴിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു പാത്രത്തിനകത്തേക്ക് നമ്മൾ ഒരു ഗ്ലാസിൻ്റെ അല്ല, ഒരു പ്ലാസ്റ്റിക്, അത് നമ്മൾ ഓവനിലൊക്കെ വെക്കുന്ന പാത്രമാണത്. അതിലേക്ക് ഞാൻ അല്പം ഗീ ഒന്ന് തടവി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ അത് കൂട്ടൊഴിച്ച് കൊടുത്തു. അതിലേക്ക് നമുക്ക് ആ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഗാർണിഷ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം അത് നന്നായി ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് അത് തണുത്തതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം. ഇത്ര മനോഹരമായിട്ടും ഇത്ര പെട്ടെന്നുമാണ് നമ്മൾ ബർഫി തയ്യാറാക്കിയത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുമല്ലോ. പുതിയൊരു വീഡിയോയുമായി വരും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. നോക്കൂ, ടേസ്റ്റി ആയിട്ടുള്ള ബർഫി തയ്യാറായിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് ഡിയേഴ്സ്.